ഹലോ, പാത്രം കണ്ട് നോക്കണ്ട കേട്ടോ, സൂചി നൂലൊന്നുമല്ല. നമ്മുടെ ഡേറ്റ്സ് കൊണ്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ് ലഡു ഉണ്ടാക്കിയേക്കാണേ. നമുക്കൊരുപാട് ഡേറ്റ്സ് ഉള്ള കാരണം ഷുഗറൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയാണേ. ആദ്യം നമ്മൾ ഈ ഡേറ്റ്സ് എല്ലാം കുരു കളഞ്ഞിട്ട് മാറ്റി വെക്കണം കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ല പഴുത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം അത്രയും പഴുത്ത് തന്നെ എടുക്കാൻ നോക്കണേ. ഞാനിതിൽ നട്ട്സായിട്ട് യൂസ് ചെയ്തേക്കുന്നത് വാൾനട്ടും കാഷ്യൂസും ആൽമണ്ട്സും ആണ്. നിങ്ങൾക്ക് പീനട്ട്സ് അഥവാ കപ്പലണ്ടി യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണേ. ഇനി നമ്മൾ ഈ നട്ട്സ് എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. എയർ ഫ്രയറോ ഓവനൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്താൽ മതി കേട്ടോ. ഇതിനിടയിൽ ഞാൻ കുറച്ച് മക്കഡാമിയ നട്ട്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളുടെ മിക്സ്ചറിനൊരു ചെറിയൊരു സ്വീറ്റ്നെസ്സും കിട്ടും. ഇനിയിപ്പോൾ അതും റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് സീഡ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സോ ചിയ സീഡ്സോ സൺഫ്ലവർ സീഡ്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പംകിൻ സീഡും കരിഞ്ജീരകമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഡേറ്റ്സ് എടുക്കുക. നമ്മളുടെ ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടേ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. നിങ്ങൾ ലൈറ്റായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ കുറച്ചും കൂടി ഒരു ടേസ്റ്റിനും സോഫ്റ്റ് ആവാനും നമ്മൾ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണേ. പിന്നെ നമ്മൾ സോഫ്റ്റ് ആയതിന് ശേഷം പാകത്തിന് കുറച്ചായിട്ട് പൊടിയിട്ട് ഒരു ഉണ്ട കിട്ടാൻ പരുവത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് റേഷ്യോ ഒന്നുമല്ല കേട്ടോ. രണ്ടും തമ്മിൽ കൂട്ടി ഇങ്ങനെ കുഴയ്ക്കാനുള്ളൊരു പാകം അത്രേ ഉള്ളൂ. പിന്നെന്താ, നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കേടുകൂടാണ്ട് നമുക്കൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സപ്ലിമെൻറ്റും ഇല്ലെങ്കിൽ ഒരു ഹെൽത്ത് സപ്ലിമെൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി വീഡിയോസും കണ്ടു നോക്ക്.